വള്ളംകളിയുടെ ആവേശത്തിമിർപ്പിന് കടവനാട് പൂക്കൈതപ്പുഴ ഒരുങ്ങുന്നു. 4 പതിറ്റാണ്ടിന് ശേഷം കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ച ജലോത്സവം ഇത്തവണയും ഗംഭീരമായി നടത്താൻ തീരുമാനിച്ചു. കടവനാട് ജലോത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിലാണ് ജലോത്സവം സംഘടിപ്പിക്കുന്നത്. ഉത്രട്ടാതി നാളിൽ സെപ്റ്റംബർ 19-നാണ് കടവനാട് ജലോത്സവം. വള്ളംകളി വിജയിപ്പിക്കുന്നതിനായി വിപുലമായ സംഘാടക സമിതിക്ക് രൂപം നൽകി. കടവനാട് ഫിഷറീസ് സ്കൂളിൽ നടന്ന സംഘാടക സമിതി യോഗം പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. വളരെ വലിയ ആശങ്കയായിരുന്നു വള്ളംകളി അത് തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായ ആളുകളുടെ ഒരു പങ്കാളിത്തം വളരെ വലുതായിരുന്നു. വർദ്ധിച്ച ആവേശത്തോടു കൂടി നാടിന്റെ ഉത്സവം പോലെയാണ് യഥാർത്ഥത്തിൽ ആ വള്ളംകളി പര്യവസാനിച്ചത്. അതിന് സംഘാടക സമിതിയുടെ ഭാഗമായി പ്രവർത്തിച്ച ആളുകൾക്കപ്പുറം ജനങ്ങൾ സൂചിപ്പിച്ച പോലെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മാനസികമായിട്ടുള്ള പിന്തുണ ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ ഒരു കരുത്തായി മാറിയത്. ആ ഒരർത്ഥത്തിൽ ഈ വർഷത്തെ വള്ളംകളി കൂടുതൽ പങ്കാളിത്തത്തോടു കൂടി, കൂടുതൽ മികവോടുകൂടി, കഴിഞ്ഞ വർഷത്തെ തുടക്കം എന്നുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ നേരിട്ട ചില പ്രതിസന്ധി വെല്ലുവിളികൾ അതൊക്കെ തന്നെ മുറിച്ചു കടക്കാനും കൂടുതൽ മികവുറ്റ രീതിയിൽ സംഘടിപ്പിക്കാനും നമുക്ക് കഴിയണം. വാർഡ് കൗൺസിലർ VS അശോകൻ അധ്യക്ഷനായി. കൗൺസിലർമാരായ ആയിഷ അബ്ദു, റീന പ്രകാശൻ, PV അയ്യൂബ്, പുന്നകൽ സുരേഷ്, K ഗോപിദാസ്, K ബാബു, പ്രഭാകരൻ തറയിൽ, ഫൈസൽ കടവനാട്, സ്കൂൾ അധ്യാപിക സ്വപ്ന, പ്രഭിത, ദിലീപ്, റഹീം, KS സന്തോഷ് എന്നിവർ സംസാരിച്ചു. PS സജീഷ് സ്വാഗതവും MP ഖാലിദ് നന്ദിയും പറഞ്ഞു. സംഘാടക സമിതി ഭാരവാഹികളായി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ചെയർമാനായും PV അയ്യൂബ് കൺവീനറായും 101 അംഗ സംഘാടക സമിതിക്ക് രൂപം നൽകി. NCV ന്യൂസ് പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.